ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിനെല്ലിക്ക എങ്ങനെയാണെന്നുള്ളതാണ്. അതിന് നമ്മൾ ഒരു പുതിയ മൺകലം എടുത്തിട്ടുണ്ട്. പുതിയ കലമാണ് നല്ലതെന്നും പറയുന്നത്. പിന്നെ 1 കിലോ നെല്ലിക്കയുണ്ട്, ഉപ്പ് ഉണ്ട്, പിന്നെ കാന്താരി മുളക്. ഇത് നമുക്ക് വെള്ള കാന്താരിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ശരിക്കും മറ്റേ പച്ച കാന്താരി ആണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതൊരല്പം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചക്കുരുമുളകാണ് അതിൻ്റെ ഒരു ഏറ്റവും ഇതായിട്ടുള്ള ഇത്. പിന്നെ വേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഈ കലത്തിലേക്ക് അല്പം അടിയിൽ ഒരല്പം വേപ്പില ഒന്ന് നിരത്തി കൊടുക്കുക. ഒരല്പം വേപ്പില ഇട്ടു. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ ഈ നെല്ലിക്ക നമ്മൾ ഇതിൻ്റെ ഒരു ലെയർ നെല്ലിക്ക ഇടുക. ലെയർ നെല്ലിക്ക ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ പച്ചക്കാന്താരിയാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെള്ള കാന്താരിയിലാണ് ചെയ്യുന്നത്. ഈ കാന്താരി ഇട്ടു. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടു, കുറച്ച് ഇഞ്ചി ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ മുളക് ഇത് അടർത്തിയിടാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അത് ഒരു ലെയർ ഇട്ടു. അതിനുശേഷം ഒരല്പം ഉപ്പ് അതിൻ്റെ മീതെ എന്നിട്ടു. വീണ്ടും അടുത്ത ലെയർ നമ്മൾ വേപ്പില ഇട്ടു. പിന്നെ നെല്ലിക്ക, വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു അല്പം വേപ്പില ഇട്ടു. വീണ്ടും മുളകിട്ടു. അതിലൂടെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. വീണ്ടും അതിൻ്റെ മീതെ അതിൻ്റെ മീതെ ഒരല്പം ഉപ്പ് ഇട്ടു. പിന്നെ ഇത് നകക്കെ വെള്ളം ഒഴിക്കണം. ശരിക്കിത് പാത്രം 3/4 ഭാഗം വരാൻ പാടുള്ളൂ. ഇതിൻ്റെ വായ ഒന്ന് അടച്ച് കെട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വാഴയില എടുക്കുന്നുണ്ട്. വാഴയില ഒന്ന് പതുക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം അതിൻ്റെ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇപ്പം തന്നെ അത് പൊട്ടിയിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ഈ കലത്തിൻ്റെ മുകൾ ഭാഗം നമ്മൾ അടച്ച് കെട്ടണം. അത് അടച്ച് കെട്ടാനായിട്ട് നമ്മൾ അടച്ച് ഇത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അത്യാവശ്യമില്ലാണ്ട് നിൽക്കുന്ന ഇല കുറച്ച് ഒന്ന് മുറിച്ച് കളയണം. അല്ലെങ്കിൽ അത് തീ വയ്ക്കുമ്പോൾ അതിനകത്തേക്ക് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനി നമ്മൾ കുറച്ചധികം ദിവസം ഇതിങ്ങനെ ദിവസവും ഇതിനെ
തീ കത്തിക്കണം. തീ കത്തിച്ച് ഇതിനെ പതുക്കെ എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒട്ടും ആവി പുറത്ത് പോകരുത്. ഇല ഇനി തുറക്കാനും പാടില്ല. തുറക്കാതെ ഇത് 21 ദിവസത്തോളം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കി അടുപ്പത്ത് വെച്ച് ദിവസവും രാവിലെ വൈകുന്നേരം ചെറുതീയിൽ ചൂടാക്കണം. ഇന്നിപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പ് നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കലം അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ചോളും. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് 7 ദിവസം നന്നായിട്ട് ദിവസവും തീ കൊടുക്കണം. പിന്നെ ചെറുതായിട്ടുള്ള കാലത്ത് വൈകുന്നേരവും തീ കൊടുത്ത് ഇത് നെല്ലിക്ക 21 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ കരിഞ്ഞോണം ആവും. അപ്പോൾ ദിവസവും എടുത്ത് ഇതിന് തീ അവസാനിക്കുമ്പോഴും പിറ്റേ ദിവസം തീ കൊടുക്കുമ്പോഴും ഒന്ന് എടുത്ത് ചരിച്ച് ഇങ്ങനെ അനക്കി നമ്മൾ ചെയ്യണം. അത് അടിയിൽ പിടിക്കാതെ ഒക്കെ നോക്കണം. തിളച്ച് പുറത്ത് പോകാതെ നോക്കണം. അപ്പോൾ നമുക്ക് കരിനെല്ലിക്ക ആവുമ്പോൾ ഇനി ബാക്കി കാണാം. ഓക്കെ. ഇത് ഇങ്ങനെ നമ്മുടെ കരിനെല്ലിക്ക ദിവസവും 2 നേരം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ടൊരു തീ കൊടുത്ത് അല്ലെങ്കിൽ കനൽ തീയിൽ ഇതിന് വയ്ക്കുക. വെച്ച് കഴിയുമ്പോൾ അപ്പോൾ രാവിലെ ഇത് തീയിൽ വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ശരിക്കൊന്ന് കുലുക്കണം. അതുപോലെ തീ പിരിച്ചതിന് ശേഷം ഒന്ന് കുലുക്കി വയ്ക്കുക. അതേപോലെ വൈകുന്നേരവും ഒന്ന് കുലുക്കിയിട്ട് വേണം തീ കൊടുക്കാൻ. അതേപോലെ കനൽ തീ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാലും മതി. ഓക്കെ. അങ്ങനെ നമ്മളൊരു 7 ദിവസം ഇങ്ങനെ ചെറുതായിട്ട് വയ്ക്കുക. അങ്ങനെ മൊത്തം 21 ദിവസം. പിന്നെ ഒരു നേരം വെച്ചാലും മതി. അങ്ങനെ ഒരു 21 ദിവസം. അങ്ങനെ കരിനെല്ലിക്ക 18-ാം ദിവസവും അങ്ങനെ തീയിൽ ഇരിക്കുകയാണ്. ദിവസവും ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കും. അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരിനെല്ലിക്കയുടെ പ്രിപ്പറേഷൻ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാൻ പോകാം. ഇങ്ങനെ ഒന്ന് അടപ്പെല്ലാം മാറ്റി ഒന്ന് തുറന്ന് നോക്കാൻ പോകണം എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന്. നമ്മൾ 2-3 പ്രാവശ്യം ഇതിൻ്റെ ഇല മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇല മാറ്റാനല്ല, ഇല ഓരോന്നോരോന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മൾ വെച്ച ഇല. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് കരിനെല്ലിക്കയുടെ അവസ്ഥ. ഇവനെ നമുക്കൊന്ന് ഇളക്കി നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക, നന്നാവുമെന്ന് വയ്ക്കാം. ഓക്കെ, ബൈ ബൈ.